കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ നെഹമ്യായുടെ ലേഖനം, നെഹമ്യയുടെ പുസ്തകം അത് 9-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നല്ലോ. We have been studying from the book of Nehemiah, chapter 9, over the last few weeks. ഒരു നീണ്ട ഏറ്റുപറച്ചിലിന്റെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ഒരു അപേക്ഷയിലാണ് നമ്മൾ നിന്നത്. We stopped looking at, the last time when we stopped, we were looking at the preparation for confession and a long prayer that they gave as a public confession. അതുപോലെ അവരൊരു അപേക്ഷ പറഞ്ഞതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. And they made a request to God. We saw that as well. ലേവ്യർ എങ്ങനെയാണ് പഴയ ചരിത്രം മുഴുവനും വിവരിച്ചു പറഞ്ഞു. Levites, they mentioned or repeated their historical reality. 25-ാം വാക്യത്തിൽ കണ്ടതുപോലുള്ള നിറഞ്ഞ മേശയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. In verse 25, we read about the table which is full of complete with feast. അതുപോലെ മനുഷ്യന്റെ എങ്കിലും അതുപോലെ ദൈവത്തിന്റെ എങ്കിലും നമ്മൾ കാണുകയുണ്ടായി. And we looked at despite what man does, how God responds. We looked at that as well. അതുപോലെ പല ഭാഗങ്ങളായിട്ട് ന്യായാധിപൻ ജഡ്ജസിന്റെ മുമ്പിലായിട്ടും മറ്റും അവർ കടന്നുപോവുകയും പിന്നെ അവരുടെ പ്രാർത്ഥന നമ്മൾ അവസാനമായി ഇപ്പോഴത്തെ വർത്തമാന കാലത്തേക്ക് അല്ലെങ്കിൽ ഇനി ഇതാ ഞങ്ങൾ അടിമകൾ എന്ന് 38-ാം വാക്യത്തിൽ അതുപോലെ തന്നെ ഒരു ഉറപ്പുള്ള ഒരു കവനന്റ് അവര് ഉടമ്പടി എഴുതി അവർ അവിടെ അവസാനിക്കും നമ്മൾ കാണുകയുണ്ടായി. And we looked at how by the time they reach verse 38, they come to their present reality and they present themselves to God as slaves and they come into a covenant agreement with him. ഇന്ന് നമ്മൾ ഈ രാത്രിയിൽ അവർ എന്താണ് ഒപ്പിട്ടതെന്നും ആരൊക്കെയാണ് അതിൽ ഒപ്പിട്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനാണ് പോകുന്നത്. What we would be meditating tonight is who are the ones who signed this agreement and what was the content of this agreement. ഒന്നാമത് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പഴയ നിയമത്തിൽ തന്നെ ഈ വേദഭാഗങ്ങളിൽ വളരെ പ്രായോഗികമായ ഒരു അധ്യായമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. Firstly, as we look at this, we must remember that these chapters are very practical when we look at it across the Old Testament. 8-ാം അധ്യായം നമ്മൾ കാണുന്നത് അവർ കേട്ടു വചനം കേൾക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു. In chapter 8, we saw that they heard the word of God. 9-ാം അധ്യായം ഏറ്റുപറച്ചിലിനെയും അവരുടെ അപേക്ഷയെ പറ്റി നമ്മൾ കേൾക്കുകയുണ്ടായി. In chapter 9, we see that in response to that, they are confessing their sins and they are also making requests to God. 10-ാം അധ്യായം നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. And now in chapter 10, they are actioning, they are doing certain things. അതുപോലെ തന്നെ അത് വെറുതെ ഒരു ചെയ്യുമെന്നുള്ള നിലയിലല്ല അവർ പറയുന്നത്. And when they're making a decision to do, they are not saying it just for the sake of it. നന്നാവാം എന്നുള്ള ഒരു ഞാൻ ഇനി നന്നായിക്കൊള്ളാം എന്നുള്ള ഒരു അവ്യക്തമായ ഒരു തീരുമാനമല്ല. It is not an indeterministic decision of saying that okay, I will try to become better. ഒരു ലിസ്റ്റ്, ഒരു പട്ടികയാണ്. It is a list of things that are mentioned. കുടുംബമായി, in terms as a family, ശബത്ത്, in regard to the Sabbath, പണം ഇടപാടുകൾ, in regard to their dealings with money, ദൈവത്തിന്റെ ആലയം, in regard to the temple of God. അങ്ങനെ എഴുതി ഇണം തിരിച്ചു പേരെഴുതിയാണ് ഇവിടെ അവർ ഒപ്പിട്ട് നമുക്ക് നിയമത്തെ പറ്റി കാണാൻ കഴിയുന്നത്. So they are very intentional and they are writing each of these things and then they are signing this covenant agreement. ഞാൻ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ജെയിംസ് മോണ്ടോഗമറി ബോയ്സ് എന്ന് പറഞ്ഞ ഒരു ബൈബിൾ സ്കോളറിന്റെ കമന്ററിയിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. When I was meditating on these verses, I was referring to the commentary by James Boyce. അപ്പൊ അതില് താൻ പറഞ്ഞ ഒരു പ്രായോഗികമായി തന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. I want to begin by mentioning one of the practical things that is mentioned in that commentary.
താൻ ഒരു കൗൺസിലറുമായിട്ട് സംസാരിച്ചപ്പോൾ Once, when he spoke to a counselor, താൻ ചോദിച്ചു, താൻ നിങ്ങൾ വർഷങ്ങളോളം പലരെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പല ദുസ്വഭാവങ്ങളും ജീവിതത്തിൽ, പല കുടുംബ പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും വരുമ്പം മെജോറിറ്റി ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ലല്ലോ. അത് നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ പ്രശ്നമാണോ? ഇത് തന്നെയല്ലേ കൗൺസിലിങ്ങിൽ പൊതുവെയുള്ള ഒരു കാര്യം? 100 പേരുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു തുറന്ന മാറ്റം വരുന്നുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? he asked James Boyce. James Boyce asked this counselor that although you are counseling so many people regarding their personal struggles or regarding their family problems, out of 100, there are very few in whose lives there are actual changes. Most of them, despite the counseling, do not change. And is that a problem with the way that you are counseling? അത് അദ്ദേഹത്തിന് മാത്രമല്ല, പൊതുവെ കൗൺസിലിങ്ങിലുള്ള ഒരു സത്യമാണ്. And not just for him, but in general, he said that that's the problem with counselors. With the counseling as a whole, not the counselor. Yeah. That's a problem with counseling as a concept. Yeah. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം പറഞ്ഞത്, അത് പല ആൾക്കാരും യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. What he replied is that although people are ready to accept that the problems that are there in their lives, in reality, they are not desiring to make any change in their life to correct it. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്കറിയാം. They know the problems of their lives. ആ കൗൺസിലർ അവരോട് പറയുന്ന സൊല്യൂഷൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. They are able to understand the solution that the counselor is offering them. അവർക്ക് ചുറ്റുമായി ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിനുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നുണ്ട്. They are receiving all sorts of support from around them to be able to correct these things. എന്നാൽ ഒരുവൻ അവന്റെ സ്വയത്തിൽ അവൻ ആഗ്രഹിക്കാതെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു മാറ്റം ഒരിക്കലും സംഭവിക്കുകയില്ല. Unless a person genuinely desires for a change, a genuine change will not happen. കൗൺസിലിംഗ് മുറി മാറ്റി നിർത്തിയാലും നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ വലിയൊരു സത്യമാണ്, പ്രത്യേകമായ ആത്മീയമായ ജീവിതത്തിൽ. When we come out of that counseling room, even in regard to our own lives, this is a big problem, especially in regard to our spiritual life. നമുക്ക് നമ്മുടെ ഹൃദയം ഒരുപക്ഷെ നല്ലൊരു വചനം മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മുടെ പാപവും കുറവുകൾ അറിഞ്ഞ് ഹൃദയം ഇളകിയെന്നിരിക്കാം. Our hearts might be broken in understanding the sins and the shortcomings of our lives. നമ്മുടെ പഴയ പരാജയങ്ങളെ ഓർത്ത് നമുക്ക് കരയാൻ കഴിയും. We can also cry thinking about all of our past failures. എന്നാലും അടിസ്ഥാനപരമായി പലർക്കും ഇപ്പോ ജീവിക്കുന്നത് പോലെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി, പല കാര്യങ്ങളും വിട്ടുകളയാൻ അല്ലെങ്കിൽ പാപത്തെ വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുത്തുവാൻ തക്കവണ്ണം ഒരു മുൻഗണന കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. But fundamentally, the problem is that we are reluctant to let go of the very sins that we have been holding on to. And thereby, we are not able to grow in our spiritual life, and we are not able to improve in regard to our spiritual life. അതുകൊണ്ടാണ് 10ാം അധ്യായത്തിൽ നമ്മൾ ഒരു പ്രായോഗികമായ മാറ്റം ഇവിടെ തീരുമാനത്തിൽ കാണുന്നത്. Therefore, chapter 10 shows us a practical change when they make a decision in this regard. 8ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അവർ വചനം കേട്ടു, വചനം വായിച്ചെന്നാൽ അത് മാത്രം പോരാ. Not only that they read the word of God, not only that they heard the word of God. അതുപോലെ തന്നെ 9ാം അധ്യായത്തിൽ അവർ കണ്ടതുപോലെ അവര് ഏറ്റുപറഞ്ഞു, കാര്യങ്ങൾ അപേക്ഷിച്ചു എന്ന് അത് മാത്രം പോരാ. But in chapter 9 we saw that they confessed their sins and they let go of certain things, but that itself is not enough. നമ്മൾ 38ാം വാക്യം 9ാം അധ്യായത്തിൽ കാണുന്ന പോലെ അവരുടെ പേര് വെച്ച് ഇനി ഒരു നിയമം ചെയ്യുകയാണ്, ഒരു തീരുമാനം എടുക്കുവാണ്. ആ 10ാം അധ്യായത്തില് പ്രായോഗികമായി അവരുടെ മാനസാന്തരത്തിന്റെ ഫലം നമ്മൾ കാണുകയാണ്. And in chapter 9 verse 38, they are signing a document, an agreement, a covenant, and the practical side of what it would mean for them is what is mentioned in chapter 10. നമുക്ക് ഒന്നും കൂടെ 38ാം വാക്യം വായിക്കാം. We will read verse 38.
ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നത് ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്ര ഇട്ടിരിക്കുന്നു. Now, because of all this, we are making an agreement in writing, and on the sealed document are the names of our leaders, our Levites, and our priests. നമുക്ക് അതിനുശേഷം 1-ാം വാക്യം തൊട്ട് 28 പേരെ പേരുകളെല്ലാം ഒരു നീണ്ട ലിസ്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. Chapter 10, verse 1 to 27, we read a long list of names. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എന്നാൽ തിരിച്ച് നമ്മൾ അതിന്റെ പ്രായോഗികമായി എന്തുകൊണ്ടാണ് ആ പേരുകൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാൻ പോകും. Although we will not go into details, but we will definitely look at the fact of what it means for these people to put their names on this document. എന്നാൽ നമുക്ക് ഇനി 10-28 29 വായിക്കാം. But we'll come to that later. We'll now go to verse 28 and 29. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നു എന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കണമെന്നും We read there, now the rest of the people, the priests, the Levites, the gatekeepers, the singers, the temple servants, and all those who had separated themselves from the peoples of the lands to the law of God, their wives, their sons and their daughters, all those who had knowledge and understanding, are joining with their kinsmen, their nobles, and are taking on themselves a curse and an oath to walk in God's law, which was given through Moses, God's servant, and to keep and to observe all the commandments of God our Lord, and his ordinances and his statutes. നമ്മൾ ഒന്നും കൂടെ 38-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. എന്നാൽ ഈ അധ്യായം ബന്ധപ്പെട്ട് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് തിരികെ അടുത്തുള്ള വാക്യങ്ങളിലേക്ക് കടന്നു പോവാം. We will quickly meditate on verse 38 in regard to chapter 10, and then we will move forward. ഉടമ്പടിയിലേക്ക് കടക്കും മുമ്പ് നമ്മൾ ഈ മൂന്ന് അധ്യായങ്ങൾ സംഭവിച്ച ആ ഒരു ആകൃതി അല്ലെങ്കിൽ ആ പ്രോഗ്രഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. It would be good to look at the progression of how they ended up in this particular decision. 8, 9, 10 എന്ന അധ്യായങ്ങൾ നാം കണ്ടത് ഒരു ഉണർവാണ്. Chapter 8, 9 and 10 is giving us the glimpse of revival. അത് മൂന്ന് ചുവടുകളായി ഈ ക്രമത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And we can see that in 3 steps in this way, or in this order. ഒന്നാം ചുവട് ദൈവവചനം വായിക്കപ്പെട്ടു, പഠിപ്പിക്കപ്പെട്ടു, അത് കേട്ടു. First step is that the word of God was read, was taught, and was understood. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചാണ്, എന്നാൽ ഒന്നും കൂടെ ഈ അധ്യായവും മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാനേ ഉള്ളൂ. നമ്മൾ ഈ അധ്യായം എന്ന് വെച്ചാൽ 2 ഭാഗമായിട്ടാണ് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. This we had already studied, but in the context of what we are going to look at today, it's important that we understand this progression. അപ്പോൾ ഈ ദൈവവചനം പഠിച്ചു വായിച്ചു എന്നുള്ളത് അതായിരുന്നു 8-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി കണ്ടത്. So chapter 8 is focusing primarily on the word of God being read and taught. നമ്മൾ അവിടെ കണ്ടത് എന്താണ്? What did we see there? 7-ാം മാസം 1-ാം തീയതി എസ്ര ഒരു മരപീഠത്തിന്മേൽ നിന്ന് അതിരാവിലെ മുതൽ ഉച്ചവരെ ന്യായപ്രമാണ പുസ്തകം മുഴുവൻ വായിച്ചു. Chapter 8, we see that 7th day of the first month, Ezra, the scribe, got up and he read from early morning till the afternoon the whole law of God. ലേവ്യർ ജനത്തിന്റെ ഇടയിൽ നിന്ന് വായിച്ചതിന്റെ അർത്ഥം അത് ഗ്രഹിപ്പിച്ചു കൊടുത്തു. And then the Levites stood from among the people, and they made the people understand understand the things of the law. അതിന്റെ ഫലവും അത് ഇരട്ടിയായിരുന്നു. And the blessing was quite significant. ജനം തങ്ങളുടെ പാപത്തെക്കുറിച്ച് ഉണർന്നു കരഞ്ഞു. The blessing was twofold. The people understood their sins. അതുപോലെ ദൈവവചനത്തിന്റെ നഷ്ടപ്പെട്ടു പോയ വചനം അത് കേട്ടപ്പോൾ അവരുടെ പഴയ ന്യായപ്രമാണവും
ആ അവരുടെ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു, അവരെ എങ്ങനെയാണ് മിസ്രൈമിൽ നിന്നും അതുപോലെ ഇപ്പോൾ അവർ എങ്ങനെ ഇവിടെ എത്തിയെന്നും ദൈവത്തിൻ്റെ ഉടമ്പടിയും പല കാര്യങ്ങളും അവർ കേട്ടപ്പോൾ അതും അവരിൽ വീണ്ടും ഒരു ഉണർവ് കൊണ്ടുവരികയാണ്. And the second thing that we see is that when the law of the Lord was read, they were and expounded, they were able to understand how faithful God has been to His covenant and how He has kept and led the people of God. And these two truths then led them to a renewed heart. നമ്മുടെ പ്രത്യേകിച്ച് ബ്രദറൻ സഭകളിൽ ഒരു കുറവും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒരുപക്ഷെ പൂനെയിലൊക്കെ കേരളത്തെ അപേക്ഷിച്ച് ഇല്ലെങ്കിലും നാട്ടിൽ നോക്കിയാൽ എല്ലാ മാസത്തിൽ എവിടെയെങ്കിലും ഒരു കൺവെൻഷനും ഇഷ്ടംപോലെ സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡീസും ബൈബിൾ ക്ലാസ്സുകളും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. One of the things that is quite prevalent, especially in Kerala, is that among the brethren, is that there are plenty of conventions and plenty of special Bible studies that happen during the course of the month. പ്രത്യേകിച്ച് ഡിസംബറും ജനുവരിയും മാസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ കേരളത്തിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സഭയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ഒരു കൺവെൻഷൻ കാണാനും നിങ്ങൾക്ക് പോകാനും കഴിയും. If you were to plan early, you could, and you were to be in Kerala in December and January, each of the days you would be able to attend a convention and Bible study at one or the other assembly. അതിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നു, അതുപോലെ തന്നെ ദൈവവചനം പല സ്ഥലങ്ങളിലും പകൽക്കാലങ്ങളിൽ ബൈബിൾ സ്റ്റഡി സ്പെഷ്യലായിട്ട് ദേവദാസന്മാരെ വിളിച്ച് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. There is nothing wrong with it. It is good that the gospel is being preached clearly, as well as the word of God is being taught by the servants of God very systematically. എന്നാൽ ഞാൻ പ്രായോഗികമായി പറയാൻ ആഗ്രഹം, ആ ദൈവവചനം വളരെ ധാരാളമായി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു സഭയിൽ ദൈവവചനം വളരെ ധാരാളമായി പ്രസംഗിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തിയുടെയോ സഭയുടെയോ ഒരു ആത്മീയ ഉണർവിന് അതുമാത്രം ഒരു തെളിവായി കാണുന്നത് ശരിയല്ല. But what I want to mention from a practical standpoint is that although there may be a plenty of the word of God being preached and taught in an assembly, but that doesn't mean that it will naturally, or it's not a evidence of the fact that the believer who is attending all of these Bible studies and meetings would be transformed and is living a spiritual life. കാരണം ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രണ്ട് ചുവടുകൾ, ഏറ്റുപറച്ചിലിൻ്റെയും സമർപ്പണത്തിൻ്റെയും, ഈ ചുവടുകൾ ഇല്ലാതെ ദൈവവചനം കേൾവിക്കാരെ കേൾക്കുവാൻ വളരെ എളുപ്പമാണ്. Because if the other two steps of confession and commitment are not there, then merely hearing the word of God is very easy to do, but does not yield the needed fruit. പ്രത്യേകിച്ച് ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് പാപം ചെയ്തെങ്കിൽ, for example, a person, if he does a sin, താൻ പോകുന്ന ആ കൺവെൻഷൻ മീറ്റിങ്ങിനോ ബൈബിൾ സ്റ്റഡിയിലോ ദൈവത്തിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും താൻ ചെയ്ത പാപത്തെ ചൂണ്ടിക്കാണിച്ച് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കുത്തുണ്ടാവും. When this person goes for a convention or for a Bible study, when the scripture is being expounded, surely the Spirit of the Lord would convict that believer regarding the sin in his life. എന്നാൽ ആ വ്യക്തി ആ കേട്ട വചനത്തിന് വില കൊടുക്കാതെ തൻ്റെ ജീവിതത്തിൽ ആ പാപത്തെ ഏറ്റുപറയാതെ വീണ്ടും വീണ്ടും പാപത്തിൽ തുടരുകയും വീണ്ടും വീണ്ടും ദൈവവചനം ധാരാളമായി കേൾക്കുമ്പോൾ ഹൃദയം കഠിനമായി മരിച്ച അല്ലെങ്കിൽ മരവിച്ച ഒരവസ്ഥയിൽ പാപത്തോട് ഏറ്റുപറച്ചിലില്ലാത്ത ഒരു ജീവിതം ആയി തനിക്ക് തുടരുവാൻ കഴിയും. But if the person does not confess his sins and repent from it, this person can continue to listen to the word of God and still continue to live in sin. And by hardening his heart, finally reaching to a place where his heart is as hard and as stone and as dead, without any sort of willingness to change. താൻ വർഷങ്ങളോളം അങ്ങനെ തനിക്ക് കഴിയാൻ കഴിയും. എന്നാൽ താൻ ശരിയായി രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസിയാണെങ്കിൽ ഒരു സമയത്ത് താൻ ഏറ്റുപറയും, അല്ലെങ്കിൽ ദൈവം ഇടപെടും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശിക്ഷണം ഉറപ്പായിട്ട് കാണും, ആ വ്യക്തിയെ തിരികെ ആത്മീയമായ ദൈവത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനായി.
And this can continue on for years. But if he's a true believer, surely the Lord would deal with that believer, and would enable him to understand and to return back to him by repenting of his sins. ഞാൻ പറയാൻ കാരണം ദൈവവചനത്തിന്റെ ധാരാളത്വം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകിച്ച് പാപം ഏറ്റുപറയാത്ത പാപങ്ങളും അതുപോലെ തന്നെ സമർപ്പണമില്ലാത്ത ജീവിതമുള്ള വ്യക്തികൾക്ക് അവർ സ്വയം പരിശോധന ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്യുവാനായിട്ട് ദൈവവചനത്തിന്റെ ധാരാളത്വത്തിന് ഒരിക്കലും കഴിയുകയില്ല. The unconfessed sins of our life and the uncommitted attitude of our life cannot be replaced merely by the listening of the word of God. അത് നിങ്ങൾ വെറുതെ കേൾക്കുകയാണ്, അത് ഒരിക്കലും ശരിയായ നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരവും സമർപ്പണം കൊണ്ടുവരികയില്ല. അത് ആദ്യം മാനസാന്തരവും അതിനുശേഷം സമർപ്പണവും വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ദൈവവചനം ചെയ്യേണ്ട ക്രിയ ചെയ്യാൻ കഴിയുകയുള്ളൂ. It is only when we listen to the word of God, respond by confessing our sins and repenting of it, and committing to the Lord to lead lives, only then the word of God can truly transform our lives and work in our hearts. അപ്പോൾ നമ്മൾ ആ രണ്ടാം ചുവട് നമ്മൾ കാണുകയുണ്ടായ കൂട്ടമായുള്ള ഏറ്റുപറച്ചിൽ, അതായിരുന്നു നമ്മൾ 9-ാം അധ്യായത്തിൽ കണ്ടത്. Then the second step is what we saw, which is the step of confession. അതേ മാസം 24-ാം തീയതി ഉപവാസത്തോടും അവർ റെട്ടുകൊടുത്തുകൂടെ ഒരു യാമം ന്യായപ്രമാണം വായിച്ചു, മറ്റൊരു യാമം ഏറ്റുപറഞ്ഞു. ലേവ്യർ ആ മഹാപ്രാർത്ഥനയിൽ അവരെ നയിക്കുകയാണ്. And then we saw that in the same month, on the 24th day, they gathered together with fasting in sackcloth, and they read from the book of the law of the Lord on one day, and the next day at one time, and the other time they confessed their sins and worshiped the Lord, and the Levites led them in doing that. അതുപോലെ ആ ദൈവചരിത്രത്തിൽ മുഴുവനും ദൈവത്തിന്റെ കരുണയുടെ വിവരണവും പിതാക്കന്മാരുടെ ശാഠ്യവും വിഗ്രഹാരാധനയും അതിനുശേഷം സത്യസന്ധമായ ഏറ്റുപറച്ചിലും നമ്മൾ കാണുന്നു. They in their confession remembered the great attributes of God, and they also remembered the sins and the hardness of the heart of their fathers, and they also confessed their own sins before the Lord. അതിനുശേഷം ഇപ്പോഴത്തെ കഷ്ടതയിൽ ദൈവത്തിന്റെ കരുണയ്ക്കായുള്ള ഒരു അപേക്ഷ. And then they are requesting, making a supplication to God to deliver them from their present sufferings. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. One more thing to remember. എത്രയോ പേർ തങ്ങളുടെ പാപത്തെ കുറിച്ച് അവർ ദുഃഖിച്ചിട്ടുണ്ട്. There are many who have remorse regarding their sins. തങ്ങളുടെ കഷ്ടത ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. They have mentioned to the Lord regarding their sufferings. എന്നിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല. But still there has been no transformation. നമ്മൾ ഓർക്കേണ്ട കാര്യം, ജീവിതത്തിൽ ദുഃഖം, റിമോർസ്, അതെന്ന് പറയുന്നത് വ്യത്യാസത്തിന്റെ ഒരു അടയാളമായി കാണരുത്. We need to understand that remorse is not an evidence of transformation in a person's life. ഒരുപക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കാം. എന്നാൽ അത് അങ്ങനെ ഒരു വ്യക്തി ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നത് അവന്റെ പാപത്തിൽ നിന്ന് തിരിച്ചു വന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായി അടിസ്ഥാനമായി നമ്മൾ എടുക്കരുത്. Remorse can be a starting point, but it cannot be an evidence of a person returning back from his sins. അതിന്റെ മെയിൻ തെളിവ് എന്നുള്ളത് നമ്മൾ 3-ാം ചുവടാണ്. അതാണ് 10-ാം അധ്യായത്തിലും നമ്മൾ ആ 38-ന്റെ അവസാനം കാണുന്നത്. അത് സമർപ്പണമാണ്. The evidence of true transformation is found with the commitment, which is the third step that we see in chapter 10. അവർ എടുക്കുന്ന ഉടമ്പടിയിൽ ഒരു നിയമത്തിൽ പ്രകടമാക്കിയ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം. And in the covenant that they made, it was quite evident that they had confessed their sins and now were committed to the Lord. അവരോടൊപ്പം ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമനം ചെയ്യുന്നു. They say that we are making a firm agreement with you. അതിനുശേഷം മാനുഷികമായ നിയമമാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പല പരാജയങ്ങളും പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ അവരെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ സമയത്ത് അവരത് വാസ്തവമായി എടുത്ത ഒരു തീരുമാനമാണ്.
At this time, they are very genuine in this decision that they're making. Although we do see that being humans, they do fall into sin later on in chapter 13. നമ്മൾ അവിടെ കാണുന്നത് പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന്മേൽ മുദ്ര വെച്ചു, അഥവാ ഇന്നത്തെ നിലയിൽ അവർ അത് ഒപ്പിട്ടു. We see that they sealed the documents, or in today's language, they signed the documents, the leaders, the Levites, and the priests. അപ്പോൾ നമ്മൾ കാണുന്ന അതിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഒന്നും കൂടെ വചനം, അതിനുശേഷം ഏറ്റുപറച്ചിൽ, അതിനുശേഷം സമർപ്പണം. Again, repeating that this is the progression that is important to note. It is firstly the word of God leading to confession, leading to commitment. അതിലും വേറൊരു അപകടവും കൂടെ ഉണ്ട്. There is another danger in this. പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കും പല ഡിനോമിനേഷണൽ സഭകളിൽ സംഭവിക്കുന്നത് സമർപ്പണം ആദ്യം സംഭവിക്കും. എന്നാണ് ഞങ്ങൾ സഭയിൽ ചേരുക, നിങ്ങൾ ഇതിന് മെമ്പർ ആവുക, അതിനുശേഷമാണ് ഏറ്റുപറച്ചിൽ, പല പാപങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞാൽ പിന്നെ അവസാനം വചനം. ആ ഒരു ഓർഡറും അതും വചനപ്രകാരമല്ല, അത് ജീവിതത്തിൽ ശരിയായ ഒരു മാറ്റം വരുത്തുകയില്ല. Many charismatic and other denominations, they require commitment at first, that you first become a member of the church, and then as in when you know about the sins, you can confess about it, and then finally the word. That is not at all according to the word of God, and that will not yield the true fruit of transformation and renewal. ദൈവവചനം കൊണ്ടുവരാത്ത ഏറ്റുപറച്ചൽ അത് യഥാർത്ഥമായ ഏറ്റുപറച്ചിലായിരിക്കത്തില്ല, മാനസികമായ ഒരു തെറ്റിനെ തിരിച്ചറിഞ്ഞുള്ള ഒരു റെസ്പോൺസ് മാത്രമായിരിക്കും. Confession not done on the basis of the word of God is not true confession. It is merely an apology for something that you have understood humanly. അത് ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലാവുന്നില്ല, മാനസികമായ അതിൻ്റെ കോൺസിക്വൻസും പരിണിത ഫലവും വരാതിരിക്കാൻ മാത്രമാണ് അങ്ങനെയുള്ള ഏറ്റുപറച്ചൽ. It is not a confession understanding the great sin that we have done against God, but rather it is merely uttering words to God so that we can escape the consequences of our sins. അതുപോലെ വചനമില്ലാത്ത സമർപ്പണം അത് വെറുതെ ഇച്ഛാശക്തിയാണ്. അത് ഒരാഴ്ചയോ ഒരു മാസമോ തുടർന്ന് നിൽക്കുകയില്ല. And any commitment that is made without the word of God is merely based on our own will, and that will not sustain for a long period of time. എന്നാൽ ഇവിടെ വചനം കേട്ടു, പാപം സത്യസന്ധമായി അവർ പേരെടുത്തു പറഞ്ഞു, പിന്നെ അവർ മനസ്സിൽ തീരുമാനിച്ചു, ആ മാനസാന്തരത്തിന്റെ ഫലമായി അവിടെ എഴുതി വെക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ജനത്തിൽ ഒരു യഥാർത്ഥമായ മാറ്റം കാണുന്നത്. They heard the word of God, they confessed their sins in the light of what they heard, and they made a commitment to the Lord, and that is what we will be seeing today. അതുപോലെ തന്നെ ഇതിൽ അവർ ചെയ്ത മാറ്റങ്ങൾ 400 വർഷത്തോളം, അതെ അതിനകത്ത് കുറവുകളുണ്ട്, എന്നാൽ കർത്താവിന്റെ കാലം വേറെയും ആ ദേവാലയവും അതുപോലെ തന്നെ ആ പുരോഹിതന്മാരും ഇസ്രയേലിലെ ഈ പറഞ്ഞ പല കാര്യങ്ങളും 100% ശരിയായിട്ടല്ലെങ്കിലും അത് തുടരുവാനും ആ നിലയിൽ കണ്ടിന്യൂ ചെയ്യാനും കർത്താവ് അവരെ സഹായിച്ചു. Another important thing to note is that the commitments that they are making here to God, many of these commitments, although not perfect, God enabled them to keep until the time of the Lord Jesus Christ. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ 10-ാം അധ്യായത്തിലെ തീരുമാനം അവർ എടുത്തില്ലായിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയില്ല. ദൈവമാണ് അവരെ ഈശ്വരൻ നടത്തുന്നത്, ദൈവമാണ് അവരെ ഈ തീരുമാനം എടുക്കാനും സഹായിച്ചത്. എന്നാൽ അവരത് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ 400 വർഷത്തിൽ തന്നെ അവർ നശിച്ചു പോകുകയായിരുന്നു. If surely God was the one who was orchestrating and working in their hearts to come to such a decision, but if they had not made this decision, they would have been destroyed in the next 400 years, silent years. ഞാൻ ഈ അടുത്ത സ്ലൈഡിൽ പോകുന്നതിന് മുമ്പ് വികാരത്തിൽ നിൽക്കുന്ന ഒരു ഉണർവ്, നമ്മുടെ ജീവിതത്തിൽ പല ഉണർവുകളും വന്നു കാണും. അത് വെറും വികാരത്തിലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തുടർന്ന് പോയി കാണത്തില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുപറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.
There may have been many renewals or revivals in our lives. They may have been based on our emotions, but they will not sustain for too long. And I'm sure that we would have experienced that. But true revival is based and sustained on the Word of God. നമുക്കിനി ആ രേഖയിൽ പേരെഴുതിയവരുടെ അതിൻ്റെ എക്സ്പോസിഷനിലോട്ട് നമുക്ക് കിടക്കാം. Now let us turn to the names and of those who signed this document. ആരാണ് ഒപ്പിട്ടത് നോക്കാം. Who are those who actually signed? 10ാം അധ്യായം തുറക്കുന്നത് ഒരു പേര് പട്ടികയോടെയാണ്. Chapter 10 begins with a list of names. കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ തുടക്കത്തിൽ പല പേര് പട്ടികകളും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇത് ഇത്രയും വായിച്ചിട്ട് എവിടെ എത്താനാണ്, എന്താണ് ഇതിൽ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ചോദിക്കും. Oftentimes in family prayer, we tend to skip these passages which are only names because we think, what is the spiritual significance of all of this? എന്നാൽ ഇതിനെല്ലാം ആത്മീയമായ അർത്ഥങ്ങളും ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇത് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എസ്രായുടെ പുസ്തകത്തിലൊക്കെ അവരിത് വായിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള പല ജീനിയോളജീസും അതുപോലെ തന്നെ പല ആത്മീയ സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള സമയമില്ല. എന്നാൽ നമുക്ക് ഇതിൻ്റെ ആകൃതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. There are many spiritual lessons. We saw that also when we were studying the book of Ezra. But although we will not go into details, but we will quickly look at the structure of this passage. ഇതിൽ 4 കൂട്ടരുണ്ട് നമുക്ക് കാണാൻ കഴിയും. There are 4 groups of people mentioned here. ഒന്നാമത് ഭരണാധികാരമാണ്. Firstly, the governor. ഒന്നാം വാക്യം നമ്മൾ കാണുന്നത്, we see that in verse 1. ഹെക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ് സിദെക്കിയാവ് എന്ന് കാണുന്നു. Nehemiah, the governor, the son of Hekeliah. തുടർന്ന് വരുന്ന പുരോഹിതന്മാരിൽ നിന്നും ഈ 2 പേര് ഒന്ന് മാറി നിൽക്കുകയാണ്. And Zedekiah as well. These 2 men stand apart from the priests who are then mentioned in the next few verses. നെഹമ്യാവ് ദേശാധിപതിയാണ്. Nehemiah is the governor. സിദെക്കിയാവ് ഇവിടെ പറയുന്നത് പണ്ടത്തിൽ പറയുന്നത് അവന്റെ ഒരു മുഖ്യ എഴുത്തുകാരനായിരിക്കണം, ഒരു സെക്രട്ടറി ആയിട്ട് ആ നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. Zedekiah, which most Bible scholars believe, was someone who was a secretary to Nehemiah. അക്കാലത്ത് ഒരു നിയമരേഖ സാധാരണ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എഴുത്തുകാരനും സാക്ഷികളും ചേർന്നാണ്. Often times during those days when any agreement was made, it was made by those who were witnesses as well as those who were the ones who were writing the agreement. ഉയർന്ന ഉദ്യോഗസ്ഥന്റെ എഴുത്തുകാരൻ യജമാനനോട് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്ത് അവിടെ ഒപ്പിടുന്നത് പതിവായിരുന്നു. It was a practice for the chief to sign first and then immediately his secretary. അതായത് 5ാം നൂറ്റാണ്ടിലെ ഒരു ഗൗരവമുള്ള ഒരു നിയമരേഖ തുറക്കുന്നത് പോലെ തന്നെയാണ് ഈ രേഖയും അവർ തുടങ്ങുന്നത്. This particular document is very similar to many other documents, official documents that were found in the 5th century, and it begins in the same way. ദേശാധിപതിയുടെ പേരും അവന്റെ എഴുത്തുകാരന്റെ പേരും ആ തലവൃത്തം മുകളിലിരിക്കുകയാണ്. Topmost, the governor signing it and then his secretary signing it. ദേശാധിപതി ആദ്യം ഒപ്പിടുന്നു. The governor signs it. അവിടെ ബാക്കിയുള്ളവർ എല്ലാവരും ഒപ്പിട്ടതിന് ശേഷം താൻ ഒപ്പിട്ട് കമ്മിറ്റ് ചെയ്യുകയല്ല, ആദ്യമേ തൻ്റെ കമ്മിറ്റ്മെന്റ് ആണ് നമ്മളവിടെ കാണുന്നത്. He is not waiting for others to make the commitment first and then he would make the commitment, but he is leading from the front in signing first. രണ്ടാമത് പുരോഹിതന്മാർ. The next group we see is the list of priests. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 21 പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. There are 21 names mentioned in verses 2 to 8. ഇവരിൽ മിക്കവരുടെയും പേരുകൾ കുടുംബ പേരുകളാണ്. 12ാം അധ്യായത്തിലെ പുരോഹിത ഭവനങ്ങളുടെ പട്ടികയുടെ ഒത്തുനോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. These names that are mentioned here are names of households because these names can be found also in chapter 12 where the household of names of the household of priests are mentioned. അതുകൊണ്ടാണ് എസ്രയുടെ പേരും പ്രത്യേകം കാണാത്തതിന്റെ കാരണം എസ്ര സെരിയാവിന്റെ ഭവനത്തിൽ പെട്ടവൻ പട്ടികയുടെ തലപ്പത്ത് സെരിയാവും ഉണ്ട്.
Because Ezra was from the family of Seraiah, his name is not explicitly mentioned here, and instead, his household name, which is Seraiah, has been mentioned. മൂന്നാമത് ലേവ്യർ. Thirdly, we see the Levites. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 17 പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. From verses 9 to 13, we read 17 names. ഇതിന്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരിൽ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ജനത്തിന് ന്യായപ്രമാണം ഗ്രഹിപ്പിച്ചു കൊടുത്തുകൊണ്ടും അവരുടെ ഇടയിൽ നിന്ന് അതേ മനുഷ്യരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. In chapter 8 and verse 7, we saw a few names that are mentioned who explained the law to the people. Those very names are mentioned here as well. പുസ്തകം പഠിപ്പിച്ചവർ പുസ്തകം ആവശ്യപ്പെടുന്നതിന് ഒപ്പിടുന്നവരായി മുമ്പോട്ട് വരികയാണ്. Those who are teaching the law of the Lord are also coming forward to make an agreement to obey the law of the Lord. അവരിൽ ഒരാള് ഹെസ്ബിയാവ് 3-ാം അധ്യായത്തിൽ മതിൽ പണിഞ്ഞവനും കൂടിയാണ്. One of the persons named here, Hashabiah, he is also one of those who built the walls in chapter 3. നല്ലൊരു മാതൃക. കൈകൊണ്ട് പണിഞ്ഞു, വായുകൊണ്ട് പഠിപ്പിച്ചു, ഇപ്പോൾ മുദ്ര കൊണ്ട് ഒപ്പിടുന്നു. A very good example. With his hands he built, with his mouth he taught, and now he is also signing the document. ഒരു നല്ല ദൈവ മനുഷ്യന് നമുക്കും പ്രായോഗികമായി എടുക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് നമ്മൾ ഈ പേരുകളുടെ ലിസ്റ്റിൽ കാണുന്നത്. A godly example that we can also emulate. 4-ാമത് നമ്മൾ കാണുന്നത് ജനത്തിന്റെ പ്രമുഖ കുടുംബങ്ങൾ. Then the next group is the chiefs of the people. 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 44 കുടുംബങ്ങളാണ് നമ്മൾ കാണുന്നത്. We see 44 families being mentioned from verses 14 to 27. ആ പേരുകൾ എസ്ര 2-ലും നെഹമ്യ 7-ലും ഉള്ള മടങ്ങി വന്നവരുടെ പട്ടികയോടും when we compare this, we can see them also in Ezra chapter 2 and Nehemiah chapter 7, which is the list of people who returned. അതുപോലെ 3-ാം അധ്യായത്തിലെ മതിൽ പണിക്കാരോടും ചേർത്ത് വായിച്ചാൽ അതേ പേരുകൾ നമുക്ക് പല ഭാഗങ്ങളായി വീണ്ടും കാണാൻ കഴിയും. And these names are also, many of these names are also found in Nehemiah chapter 3 among those who built the walls. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് മതിൽ പണിഞ്ഞ് ഇപ്പോൾ അനുസരിക്കുന്നതും ഈ ഉടമ്പടിയോട് സ്വയം ബന്ധിപ്പിക്കുന്ന മാതൃകയുള്ള കുടുംബങ്ങൾ. These are exemplary families who returned from the exile. They did the hard work of building the temple and building the walls. And now they are those who are ready to obey the Lord and also to sign this document. പിന്നെയാണ് നമ്മൾ 28-ാം വാക്യം നേരത്തെ വായിച്ചതാണ് ശേഷം ജനം. And then we see the rest of the people in verse 28. പിന്നെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ ബാക്കി എല്ലാവരും എത്ര വിശാലമായി നോക്കുക. ശേഷം ജനം, പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, സംഗീതക്കാർ, ദേവാലയദാസന്മാർ, ദേശങ്ങളിലെ ജനങ്ങളിൽ നിന്ന് തന്നെ വേർപെടുത്തി എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. We read there in verse 28, the rest of the people, in them are included the priests, the Levites, the gatekeepers, the singers, the temple servants, and all those who had separated themselves from the peoples of the lands to the law of God. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണവും അനുസരിച്ച് നടക്കണം. ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കണമെന്നും നമ്മൾ അവിടെ കാണുകയാണ്. We see then something important, that their wives, their sons and their daughters, and all those who had knowledge and understanding are joining with their kinsmen, their nobles, and are taking on themselves a curse and an oath to walk in God's law, which was given through Moses. അവിടെ ആ ദൈവത്തിന്റെ ന്യായപ്രമാണം നടക്കണമെന്ന് അവർ അവിടെ ഒരു നമ്മൾ കാണുന്നത്, we see that they need to walk according to the law of the Lord. അവിടെ അവർ ഒരു ശബ്ദം, ഒരു തീരുമാനം അവർ എടുക്കുകയാണ്. They are making a decision also of the Sabbath. അതിന്റെ 31-ന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്, അവര് എന്നും പ്രമാണികൾ എന്നും ശബ്ദവും സത്യവും ചെയ്തു. We see in verse 31, as for the peoples of the land who bring wares or any grain on the Sabbath day to sell, and we see that they made oath to the Lord. With
is the word curse there in English? Yeah, yeah. Okay, In verse 29, it says, Oh, taking in on 29, themselves yeah. a curse and an oath. Yeah. അതെ, അത് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഒപ്പിട്ട് എല്ലാവരും പ്രതിദാനം ചെയ്തു, എല്ലാവരും തന്നെ അത് സ്വന്തമാക്കി, അത് തീരുമാനം എടുക്കുകയാണ്. They are all joining and making this covenant their own when they are joining them. നമ്മൾ പല സഭകളിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു നേതൃത്വം എടുത്ത് അതിനെ ഒരു ഒരു നിഷ്ക്രിയരായ അല്ലെങ്കിൽ പാസീവായ ഒരു കോൺഗ്രിഗേഷൻ അല്ല കാണുന്നത്. We see oftentimes in assemblies where the leaders make decisions and the congregation merely accepts it passively. എന്നാൽ നേതൃത്വം തീരുമാനമെടുത്ത് കുടുംബ തലവന്മാർ അതിൽ പങ്കാളികളാവുന്നു. ജനം എല്ലാവരും, അവരുടെ മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും നമ്മൾ കാണുന്ന പരിജ്ഞാനമുള്ള ആരാണെങ്കിലും വാഗ്ദത്തം ചെയ്ത് അല്ലെങ്കിൽ എടുത്ത അതേ തീരുമാനം ഗ്രഹിച്ച് അതിൽ ശബ്ദം ചെയ്യുകയാണ്. But here we see that it's not merely the leaders, but the leaders of the people, but we see the leaders of the houses and also their wives, their children, all those who had knowledge and understanding. All of them are joining together in making this oath to walk in God's law. പിന്നെ നമ്മൾ കാണുന്നത് അവിടെ വളരെ കാഠിന്യമുള്ളൊരു വാക്കാണ്. അത് എടുത്തത് നമ്മൾ കാണുന്നു, ഇവിടെ മലയാളത്തിൽ കാണുന്ന ഒരു ശാപത്തോടും സത്യത്തോടും കൂടെ എന്ന് നമ്മൾ ഒരു വാക്ക് കാണുന്നു. അത് മലയാളത്തിൽ ശബദവും സത്യവും ചെയ്തു എന്ന് നമ്മൾ 31 കാണുന്നു. In English, in verse 29, we see something important, that they are taking on themselves or entering into a curse and an oath to walk in God's law. അത് വളരെ കനത്ത ഭാഷയാണ്, അത് നമ്മളെ ഗൗരവപ്പെടുത്തണം. This is something which should truly help us understand the seriousness with which they are making this decision. സമയല്ല, എന്നാൽ അത് ക്രിസ്തുവിനോടുമുള്ളൊരു നിഴലായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. Although we do not have time, but this also points to the Lord Jesus Christ as his shadow. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ശാപമായി തീർന്നു. ആ തീരുമാനത്താൽ ന്യായപ്രമാണത്തെ നമ്മൾ ഒരു ശാപമായി അല്ലെങ്കിൽ നമുക്ക് ദോഷം ഭവിക്കണം, അതിന്റെ പരിശുദ്ധ ഫലം ഫലിക്കണം നിലയിലല്ല നമ്മൾ എടുക്കുന്നത്. Sorry, I didn't get that. നമുക്കായി കർത്താവ് ഒരു ശാപമായി തീർന്നു. Our Lord became a curse for us. കാരണം നമ്മൾ ന്യായപ്രമാണത്തെ പൂർണ്ണമായി ഫോളോ ചെയ്യുവാൻ കഴിഞ്ഞില്ല, നമ്മൾ അതിന് സത്യസന്ധരായി നിന്നില്ല എന്നുള്ള സത്യത്താൽ. Because we were not faithful in keeping the law of the Lord. Therefore, Christ suffered on our behalf, becoming a curse for us. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. God willing, we'll look into this in more detail next time. അപ്പൊ ഞങ്ങൾ ശ്രമിക്കാം എന്നല്ല പറഞ്ഞത്, പരാജയപ്പെട്ടാൽ ദൈവത്തിന്റെ ന്യായവിധി ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് അവർ വിളിച്ചു വരുത്തുകയാണ്. This is not merely a statement where they are saying we will try to do this, but they are saying they are so serious about this that they say that if we are not able to keep this, let the curse of God, his judgment come upon us. Okay, ഇനി സമയം കടന്നു പോവാണ്. ഞാൻ അടുത്ത കാര്യം പറയുന്നത് ഈ നിയമനത്തിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ 3 അടയാളങ്ങൾ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. We see three proofs of this particular covenant. മാറ്റത്തിന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു വിലയില്ലാതെ പോവുകയാണ്. Three pillars of the covenant. They are not merely doing it as a desire to change. For the sake of change. മാറ്റത്തിന്റെ ഏത് ദിശയിലാണ്, എന്തിനാണ് മാറേണ്ടത്, അതിന് ഒരു ഒരു വിഷൻ ഇല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല. What is the basis on which we are desiring to change? If that basis is not there, then it is a mere for the sake of changing we are changing. ഈ ജനം എങ്ങോട്ട് പോകുന്നു എന്ന് കാണിക്കുന്ന 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 3 things that we can understand as to where they were looking to go, or what was the basis of this covenant. ഇത് ബോയ്സിന്റെ ബൈബിൾ സ്റ്റഡിയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ ഞാൻ പഠിച്ച് അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. These are truths that are mentioned in the commentary by Montgomery Boyce, and that is what I am mentioning here. ഒന്നാമത്തെ കാര്യം വേദപുസ്തകത്തിന്റെ അധികാരം.
Firstly, the authority of Scripture. ഈ ഉടമ്പടിയിലെ ഓരോ ഇനവും ദൈവം ന്യായപ്രമാണത്തിൽ നേരത്തെ കൽപ്പിച്ച കാര്യങ്ങളുമായിട്ടുള്ള ഉത്തരമാണ്. Every decision that they are making is in response to what is mentioned or what is read to them, taught to them from the law. ഒരു വാഗ്ദത്തവും അവരായിട്ട് കണ്ടുപിടിച്ചതല്ല. None of these are promises that they are making with their own imagination, thinking about what they should do, but rather it's based on the word of God. പഞ്ചഗ്രന്ഥം തുറന്നു വെച്ച് ഇത് വായിച്ചാൽ when they opened the Pentateuch and started reading it, ഓരോന്നിനും വ്യക്തമായ കൽപ്പനയും മിക്കയിടത്തും പല വട്ടം ആവർത്തിച്ച് നമുക്ക് കാണാമെന്ന് നമുക്ക് കാണാൻ കഴിയും. Each of these decisions that they are making are all based on what is mentioned in the Pentateuch. Some of these are repeated multiple times. നമ്മൾ ഈ ഉടമ്പടിയിൽ അത് തുറന്നു പറയുന്നുണ്ട് 2 തവണ. 2 times this is mentioned. ഒപ്പിട്ടവരെ 28ാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്നത് ദേശങ്ങളിലെ ജനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനായി ഞങ്ങളെ വേർപെടുത്തിയവർ എന്നാണ്. Those who signed are spoken of in verse 28 as those who had separated themselves from the peoples of the lands to the law of God. 29ാം വാക്യം പറയുന്നത് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം നടക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും പ്രമാണിച്ച് ചെയ്യാമെന്നും അവർ ശാപത്തോടും സത്യത്തോടും കൂടെ സ്വയം ബന്ധിപ്പിച്ചു. Again in verse 29, they are taking on themselves a curse and an oath to walk in God's law, which was given through Moses, God's servant, and to keep and to observe all the commandments of God our Lord and his ordinances and his statutes. അതെ, അതായത് തിരുവഴുത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുന്ന ഒരു ജനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. We see that these people are humbling themselves, submitting themselves under the authority of God's law. അതിലും ഉയർന്ന ഒരു സമർപ്പണമില്ല. There is no other commitment that can surpass this commitment. ഒരുവൻ ഒരു ലക്ഷ്യത്തോട് പ്രതിബദ്ധത കാണിക്കാം. A person can commitment can show his commitment to a particular goal. ഒരു കരാർ കോൺട്രാക്റ്റിന് ബന്ധിതനാകാം. He can tie himself to a contract. ഒരു വ്യക്തിയോട് പല സഭകൾ നോക്കുമ്പോൾ ഹീറോ വർഷിപ്പാണ്. ആ സഭയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ അങ്ങനെയില്ല. ദൈവം സഹായിച്ച് നമുക്ക് മൂപ്പന്മാരാണ് സഭയുടെ നേതൃത്വം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ പ്രത്യേകിച്ച് ബ്രദറൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഹീറോ വർഷിപ്പ്, അല്ലെങ്കിൽ കരിസ്മാറ്റിക് സഭകളിലും പല സഭകളിലും നമ്മളിന്ന് കാണുന്നത് ആ സഭയെ കണ്ടുപിടിച്ച വ്യക്തിയും ഒരു ഹീറോയിക് കൺസെപ്റ്റിൽ അവരോടുള്ള സമർപ്പണമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. Although not something that we find in Brethren assemblies, because we believe in the plurality of elders, but there are many charismatic churches as well as other churches where the founder is seen as a hero figure and people make their commitment to that person. എന്നാൽ ദൈവത്തെക്കാൾ വലിയൊരു അവകാശം നമ്മുടെ മേൽ ആർക്കുമില്ല. ദൈവം തന്റെ ഹിതം നമ്മളോട് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ദൈവവചന പുസ്തകത്തിലാണ്. അതിനോടായിരിക്കണം നമ്മുടെ കമ്മിറ്റ്മെന്റ്. But there is no other authority which is greater than the authority of God himself, and his authority has been revealed in the scriptures, and therefore our commitment should be to the scriptures. ഇന്ന് നമ്മുടെ തലമുറയിൽ വേദപുസ്തകത്തെ കുറിച്ചുള്ള നീണ്ട തർക്കം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിലാണ്. എന്ന് പറഞ്ഞാൽ ചിലർ the argument is as follows about the Bible. The argument in our generation regarding the Bible is as follows. ചിലർ കരുതുന്ന പോലെ ഇന്ന് വചനത്തിനകത്തുള്ള ചെറുതും വലുതുമായ ചെറിയ ഡോക്ടറിനെ പറ്റിയുള്ള വഴക്ക് മാത്രമല്ല. It is not merely a fight regarding the small and big doctrines that are found in the scriptures. ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന, ഈവൻ സഭകളിൽ പോലും പുതിയ ജനറേഷൻ ചോദിക്കുന്നത്, ഈ പുസ്തകം അന്ന് ആ കൾച്ചറിൽ എഴുതിയ കാര്യമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണോ, ഇത് മനുഷ്യന്റെ വചനമാണ്, ഇതിനോട് ഞാൻ എത്രമാത്രം കൂറ് പുലർത്തണം?
Because the question that the present generation is asking is that the word of God is written in ancient times. In that context, does it have any relevance for me? Do I need to be obedient and committed to the scriptures? ദൈവം പറഞ്ഞ ഒരു കാര്യമായിട്ടല്ല, ദൈവം പറഞ്ഞ കാര്യത്തെ ഞാൻ അത് എങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ സാഹചര്യത്തിൽ അതിനെ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളാം എന്നുള്ള ഒരു നിലയിൽ ഇവൻ വിശ്വാസികൾ പോലും കടന്നു പോവുകയാണ്. There are many believers who think that this is the word of God. Rather than accepting it for what it is, I must understand it in the way that I want to, in my context, and therefore I will obey it the way that I want to obey it. ദൈവം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം എൻ്റെ മേലെ നിൽക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണെന്ന്, അത് ദൈവവചനമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി നമ്മളെ തന്നെ കീഴ്പ്പെടുവാൻ കഴിയുന്നുണ്ടോ? But are we able to truly understand that the word of God is indeed the word that is spoken by God and has complete authority over our lives? മോഷ്ടിക്കരുത് എന്ന് ദൈവം പറയുമെങ്കിൽ ഞാൻ മോഷ്ടിക്കത്തില്ല, അത് പിടിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടല്ല, ദൈവം പറഞ്ഞു അത് മതി, അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല. When the word of God says do not steal, I do not steal, not because I am fearful of the consequences of being caught, but I do not steal because the word of God says that I should not steal. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നെങ്കിൽ ചുറ്റുമുള്ള സംസ്കാരം എന്തു ചെയ്താലും അവർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ല, അല്ല അതിന്റെ പരിഷ്ണിത ഫലമല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. When the word of God says do not commit adultery, I do not commit adultery looking at my context and what is allowed and what is accepted and what is not accepted, but rather I do not commit adultery because this is what the word of God says. ആ നിലയിൽ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും മുന്നറിയിപ്പും ദൈവത്തിന്റെ തത്വങ്ങളും നമുക്ക് വചനത്തിലെ സത്യങ്ങളും ദൈവം നൽകിയതാണ്. അതാണ് നമ്മുടെ അതോറിറ്റി ആയിട്ട് കാണേണ്ടത്. അല്ലാതെ അത് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, എൻ്റെ അറിവിൽ ഇത് ഈ കാര്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ സനസഭ എൽഡേഴ്സ് ഇതിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, അതല്ല. ദൈവവചനം എന്തു പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന എന്തു പറയുന്നു, ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആ കർത്തൃത്വം ഉണ്ടോ എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് അതിനോട് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. The word of God must be accepted for what it is, that it is the word of God. The commandments, the instructions given in the word of God are to be accepted for what it is, rather than me trying to figure out what it means for me and how I should how I should twist it in the way that I want to obey it. But we should accept the word of God knowing that it has full authority of God in it. ഈ ജനത്തിന്റെ ശ്രദ്ധേയമായ കാര്യം അതാണ്. അവർക്ക് കേട്ട കാര്യം എന്തുവാന്ന് മനസ്സിലാക്കുകയും ഇത് ദൈവത്തിന്റെ വചനം എന്നുള്ള ആ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ അവർ ആഗ്രഹിച്ചു. These people understood that what they heard were not merely laws, but this is the very word of God, and therefore they must order their lives according to it. അതാണ് കൃപയുടെ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. This is evidence of the grace of God working in the heart of man. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്ന കാര്യം 30 മുതൽ 39 വരെയുള്ള വാഗ്ദാനങ്ങൾ സാധാരണ ജീവിതത്തിന്റെ വിശാലമായ മേഖല ഉൾക്കൊള്ളുന്ന വിവാഹം, കച്ചവടം, കടം, കൃഷി, പണം എന്നുള്ള എന്നിട്ടും അവയിൽ വലിയൊരു പങ്ക് പ്രധാനമായ ഒരു കാര്യത്തിലാണ് ദേവാലയം. From verses 30 to 39, we see many important things that are found in a person's life, which would include their marriage, which would include their business, and which would look at other kind of thing in regard to their farming, other kind of things. But one thread that runs through, an important thread that runs through this entire passage is the importance of the temple of the Lord in their promises. ദേവാലയത്തിന്റെ ആലയ നികുതി, യാഗപീഠത്തിലേക്കുള്ള വിറക്, in regard to the upkeep of the house of God, as well as the arrangement of the wood for the altar, ആദ്യഫലം, the first fruits, കടിഞ്ഞൂലുകൾ, ദശാംശങ്ങൾ, the tithes that are to be given, അതുപോലെ തന്നെ ഭണ്ഡാരത്തിന്റെ അറകൾ, the store rooms. The store rooms. എന്തുകൊണ്ടാണത് ആ നിലയിൽ എടുത്തത്? Why is it that they are mentioning all of this in their decision? നെഹമ്യാവ് നേരത്തെ ചിന്തിച്ച പോലെ ഒരു സിവിൽ ഭരണാധികാരിയായിരുന്നു.
As we saw earlier as well, Nehemiah was a civil leader. അവൻ ചെയ്ത ഏറ്റവും മഹാപ്രവൃത്തികൾ ഒന്ന് മാനുഷികമായി ആത്മീയമായിട്ടല്ല, അല്ല ക്രിയയിൽ അത് ആ മതിൽ പണിയുന്നതായിരുന്നു. Humanly speaking, one of his great achievements, the great work that he did was to build the walls. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാം അവന്റെ ഉടമ്പടി പ്രധാനമായും നഗരക്രമത്തെയും പ്രതിരോധത്തെയും കുറിച്ചായിരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. We would think that his covenant would center around the governance of the city. എന്നാൽ നമ്മൾ നെഹമ്യാ ഒപ്പിട്ട ഈ പ്രമാണത്തിൽ പുരോഹിതനെ പോലെയും ദൈവത്തിന്റെ ആലയത്തോട് സമർപ്പണിതനായി താൻ നിൽക്കുന്നു. But along with like a priest, Nehemiah is joining together, speaking about the importance of the house of God in their lives. കാരണം നമ്മളും അന്ന് പ്രത്യേകിച്ച് ആ സമയത്തിൽ പ്രവാസത്തിന് കടക്കുന്നതിന് മുമ്പും ഇസ്രായേൽ ജനം മറന്നു ഒരു കാര്യം നെഹമ്യാവിനും ഇപ്പോൾ ജനത്തിനും ദൈവം വെളിപ്പെടുത്തുകയാണ്. Because one of the truths that the people of God had forgotten, and the very reason for them going into captivity, that truth has now been revealed to them, and that is what is being reflected in this decision. ദേവാലയത്തിലെ ആരാധനയാണ് ഈ ജനത്തെ ഒരു ജനമായി ചേർത്ത് നിർത്തിയത്. It is the worship of God in God's temple that has held these people together. ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞത് ആ ജനത്തിന് പരസ്പരം ദൈവത്തോട് ബന്ധിപ്പിച്ച മതപരമായും സാമൂഹികമായും അവരുടെ വ്യക്തിത്വം കൊടുത്ത ഒരു സിമെന്റ് ആയിട്ടാണ് അദ്ദേഹം ആ ദേവാലയത്തെ വിശേഷിപ്പിച്ചത്. One servant of the Lord speaks of the temple of God as that cement which holds the very religious aspect of the people of God, as well as the social fabric of their lives. The foundation, the cement which holds them together, is the temple of God. മതിലുകൾ പുറത്തു നിന്നുള്ള ശത്രുക്കളെ നിന്ന് അവരെ കാക്കുന്നു. It is true that the walls is protecting them from external enemies. എന്നാൽ അകത്ത് നിന്നുള്ള ദൈവവുമായിട്ടുള്ള ബന്ധവും അകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആരാധനയ്ക്കും ദേവാലയത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. But it is the worship of God, and that intimate relationship with God, which enables them to be free and protected from all the internal conflicts. മതിലും വാതിലും നല്ല കാവൽക്കാരും എല്ലാം ഉണ്ടായിട്ടും ദേവാലയം അവഗണിക്കപ്പെട്ട നിലയിലാണെങ്കിൽ ജനത്തിന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. Even if they had the best of walls, the best of guards, if the temple of God was neglected, these people would not withstand. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ആ ഡോൺ കാർസന്റെ പഠനത്തിൽ നിന്ന് പറഞ്ഞാണ് അടിസ്ഥാനപരമായ അവരുടെ പാപം എന്നുള്ളതാണ് അടിത്തറ വിഗ്രഹ ആരാധന. അത് ഫിസിക്കലായിട്ടുള്ള ബിംബങ്ങളും, എന്നാൽ അതിലുപരി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റ് എന്തെങ്കിലും കൊടുക്കുന്ന അതായിരുന്നു അവർ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ലാതെ സാമൂഹികമായ ക്രമക്കേടുകളും മറ്റു പ്രശ്നങ്ങളും അല്ല ദൈവത്തെ പ്രകോപിച്ചത്. Like we studied last week as well, the fundamental sin of the people of God, and the reason why they went into captivity was not because of some social or military issue, shortcomings, but rather it is this, which is idolatry. Idolatry not just in terms of the physical idolatry that they committed, but placing other things in the place where God must be given all importance. അതുകൊണ്ട് അവർക്ക് പുറമേ ഉള്ളതും സാമൂഹികവുമായിട്ടുള്ളതും ഒരു പരിഷ്കാരമല്ല അവർക്ക് ദൈവം ആഗ്രഹിച്ചത്. ദൈവവുമായിട്ട് ഉള്ള ഒരു റീകൺസിലേഷൻ ആണ് ഏറ്റവും പ്രധാനമായി അവർ മനസ്സിലാക്കിയത്. ആ വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ആ സ്ഥലം, ആ ദൈവാരാധന, അതായിരുന്നു ദേവാലയം. They understood that reconciliation with God, where a holy God it can be approached by sinful people. That is what is going the very foundation of everything that they are to live by, not merely the walls and the other things that protect them externally. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ അടയാളം, അത് അതിന്റെ ഒരു വ്യാകരണത്തിലാണ്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. Third thing that we see here is the way in which this has been mentioned. 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും വായിച്ചാൽ ഒരൊറ്റ വാക്ക് കാണാൻ കഴിയും, ഞങ്ങൾ എന്നുള്ളത്.
One of the things that I mentioned, repeated through verse 30 to 39 is the word we. ഞങ്ങൾ പുത്രന്മാരെ കൊടുക്കുകയില്ല, We will not give our daughters to the peoples of the land. ഞങ്ങൾ ശബത്തിൽ വാങ്ങില്ല, ഞങ്ങൾ ചുമതല ഏറ്റിരിക്കുന്നു, ഞങ്ങൾ ചീട്ടിട്ടിരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ഏറ്റിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. We see that we will keep the Sabbath. We place ourselves under obligation. We cast lots for the supply of food, and we will not neglect the house of God. We see multiple times this term "we" being mentioned. ഈ ഉടമ്പടിയിൽ മറ്റൊരാളെ അവർ ഏൽപ്പിച്ച് ചെയ്യുന്ന ഒരു പണിയായിട്ടല്ല കാണുന്നത്. They are not seeing this covenant as something that they are handing over to another person or expecting another person to keep. ആരെങ്കിലും ആദ്യം ചെയ്യട്ടെ എന്നും കാത്തു നിൽക്കുന്നില്ല. They are not waiting, saying that okay, let somebody else do it. ഒരു കൂട്ടരെയും ഒഴിവാക്കപ്പെടുന്നില്ല. They are not neglecting or letting any group be left out. ഒരു കൂട്ടരെ എല്ലാവർക്കും വേണ്ടി ഉത്തരവാദിയാക്കുന്നില്ല. They are not making a single group as accountable for everybody else. ജനം മുഴുവനും ന്യായപ്രമാണം മുഴുവനും തങ്ങൾ അവരവരുടെ മേൽ ഏറ്റെടുക്കുകയാണ്. All the people together, they are making themselves accountable to keep the law of God. അവരത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ആര് ചെയ്യും? If they are not doing it, who else is supposed to do it? നമുക്കും അത് കൃത്യമായ ബാധകം ആണ്. This is a very strong argument for us. നമ്മൾ കർത്താവിനെ അനുസരിച്ച് നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലം സഭയിൽ കർത്താവിന് വേണ്ടി സാക്ഷികളായി നിന്നില്ലെങ്കിൽ അത് നമുക്ക് വേണ്ടി അത് ആരാണ് ചെയ്യുന്നത്? If we are not submitting ourselves to the word of God, if we are not standing as testimonies in the local assembly where the Lord has kept us, who else is supposed to do it for us? നമുക്ക് വേണ്ടി നമ്മുടെ സഭയിലെ മൂപ്പന്മാർക്കോ നേതൃത്വത്തിനോ നമ്മൾ ചിലപ്പം ചെയ്യുന്ന അടുത്ത തലമുറ ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു അടിസ്ഥാനം കൊടുക്കാം. അല്ല, ഉത്തരവാദിത്തം നമ്മുടെയാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അടുത്ത തലമുറയും അത് ചെയ്യാൻ പോകുന്നില്ല. It is not our elders or our leaders who can obey and keep the word of God for us. Some people think that we will lay the foundation, let the next generation build on and do the actual work. But that is not how it is. The responsibility of doing things, of keeping the word of God, belongs to us at this time. And if we do not do that, surely our coming generations are also not going to obey God's word. ദൈവത്തിന്റെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഉടമ്പടി, ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ ന്യായപ്രമാണവും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനും അത് ഇനി ആരെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഇനി നമ്മുടെ തലമുറ ചെയ്യും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുവാറാകട്ടെ. May God help us that we would see the instructions given in the word of God as things that we are responsible for, rather than saying that let others do it or let the coming generations do it, but that we must hold ourselves accountable to be responsible to keep and walk according to God's word. ദൈവം അനുവദിച്ചത് അടുത്ത ആഴ്ച നമ്മൾ 6 വാഗ്ദാനങ്ങളും അതിൻ്റെ പ്രായോഗികമായ വശവും നമ്മൾ കാണാൻ പോവുകയാണ്. God willing, next time we will look at the 6 promises within this covenant and the practical side of these 6 promises. നമ്മൾ പറഞ്ഞ പോലെ വികാരത്തിൽ നമ്മുടെ ഏറ്റുപറച്ചിലും നമ്മുടെ സമർപ്പണവും നിർത്തുവാൻ ദൈവം ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. We must not allow emotion to drive our confession and our commitment. ദൈവവചനത്തിലേക്ക് തിരിയുക. We must turn to the word of God. അത് നമുക്ക് നമ്മളെ ഭാഗത്തെ കുറവുകൾ അറിയുവാനും ഏറ്റുപറയുവാനും ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും കഴിയും. Word of God will convict us of our sins, lead us to confession, and enable us to make the right commitment according to the word of God. അതുപോലെ തന്നെ നമ്മൾ ആ മാറ്റത്തിന്റെ 3 വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി ഒരുമിച്ച് ഈ ദൈവവചനത്തിന് തീരുമാനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. May God help us so that we as individuals, as families, as an assembly, hold ourselves accountable and responsible to walk according to the word of God and to hold the authority of Scripture
as the ultimate authority of our lives. ദൈവനാമം മാത്രം. May God help us.